Hi all, welcome to my YouTube channel. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ട്രേഡ്സ്മാൻ സിവിൽ അതുപോലെ തന്നെ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 അപ്പോൾ അതിൻ്റെ സിവിൽ ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സസ് നാളെ സ്റ്റാർട്ട് ചെയ്യുകയാണ് 31st. ഓക്കെ, ആസ് പെർ ദി സിലബസ് നമ്മളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടൈം ടേബിൾ അനുസരിച്ചാണ് ക്ലാസ് ഉള്ളത്. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ്, നമ്മുടെ സിവിലിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ആവാം. ഓക്കെ, ഇപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാറ്റഗറി നമ്പർ 096/2016 ട്രേഡ്സ്മാൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിലെ കുറച്ച് 25 ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, 25-30 ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഡെയിലി നമുക്ക് ഇതുപോലെ തന്നെ ഒരു സീരീസ്, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് നമ്മൾ പാരലായിട്ട് പഠിച്ച് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് നമ്മുടെ ടോപ്പിക്കിൻ്റെ കൂടെ തന്നെ, അതായത് നമ്മുടെ തിയറി ക്ലാസ് പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ പാരലായിട്ട് പഠിച്ച് പോവാം. വളരെ യൂസ്ഫുൾ ആയിരിക്കും നമ്മുടെ എക്സാമിന്. ഓക്കെ, അപ്പോൾ മറക്കാതിരിക്കുക, നാളെ മുതൽ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ നമ്പറുണ്ട്, നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: the term used to indicate dry refuse, which includes decayed fruits, paper pieces, grass, etc. ഏത് ടേം ആയിരിക്കും? It is used to indicate dry refuse, which includes decayed fruits ഉണ്ട്, പേപ്പർ പീസസ്, ഗ്രാസ്. ഏതായിരിക്കും ആ ടേമിനെ പറയുന്ന പേര്? സ്വീവേജ് ആണോ, ഗാർബേജ് ആണോ, സല്ലേജ് ആണോ? നൺ ഓഫ് ദി അബവ്. ഇറ്റ് ഈസ് ഓപ്ഷൻ ബി. ഇറ്റ് ഈസ് ഗാർബേജ് ആണ്. ഓക്കെ, ഗാർബേജ്. ഓപ്ഷൻ ബി ഗാർബേജ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ദ റേഷ്യോ ബിറ്റ്വീൻ ദ ടോട്ടൽ കവേർഡ് ഏരിയ ഓഫ് ഓൾ ഫ്ലോർസ് ഓഫ് എ ബിൽഡിംഗ് ടു ദ പ്ലോട്ട് ഏരിയ. ദ റേഷ്യോ ബിറ്റ്വീൻ ദ ടോട്ടൽ കവേർഡ് ഏരിയ ഓഫ് ഓൾ ഫ്ലോർസ് ഓഫ് എ ബിൽഡിംഗ് ടു ദ പ്ലോട്ട് ഏരിയ ഏതാണ്? ഓപ്പൺ സ്പേസ് ഇൻഡെക്സ് ആണോ, പ്ലിന്ത് ഏരിയ റേഷ്യോ ആണോ, കവറേജ് പെർസെൻറ്റേജ് ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ്, ഫ്ലോർ ഏരിയ റേഷ്യോ. ഓക്കെ, എന്തൊക്കെയാണ്? ദ റേഷ്യോ ബിറ്റ്വീൻ ടോട്ടൽ കവേർഡ് ഏരിയ ഓഫ് ഓൾ ഫ്ലോർസ് ടു ദ ഓഫ് എ ബിൽഡിംഗ് ടു ദ പ്ലോട്ട് ഏരിയ, അതിനെ പറയുന്ന ഫ്ലോർ ഏരിയ റേഷ്യോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ അഡ്ജസ്റ്റ്മെൻറ്റ് റിക്വയർഡ് ടു ബി മെയ്ഡ് അറ്റ് ഈച്ച് ഓഫ് ദി സർവേയിങ് സ്റ്റേഷൻ ബിഫോർ മേക്കിംഗ് ഒബ്സർവേഷൻ ആർ കോൾഡ്. ഏത് അഡ്ജസ്റ്റ്മെൻ്റ് ആയിരിക്കും? റിക്വയർഡ് ടു മെയ്ഡ് അറ്റ് ഈച്ച് ഓഫ് ദി സർവേയിങ് സ്റ്റേഷൻ ബിഫോർ മേക്കിംഗ് ഒബ്സർവേഷൻസ് ആർ കോൾഡ്. പെർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണോ, കോമ്പൻസേറ്റിംഗ് ആണോ, ടെമ്പററി ആണോ, പെർഫെക്റ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണോ? ഏതായിരിക്കും? ഇറ്റ് ഈസ് ഓപ്ഷൻ സി ആണ്, ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്. ഓക്കെ, അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ദ കണ്ടിന്യൂസ് തിൻ ലൈൻ കണക്റ്റിംഗ് എ ഡൈമെൻഷണൽ വാല്യൂ ഓർ സം ഇൻഫോർമേഷൻ റിലേറ്റിംഗ് ടു എ ഫീച്ചർ ഇൻ ആൻ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ഈസ് ഡാഷ്. ദ കണ്ടിന്യൂസ് ഒരു തിൻ ലൈനാണ് കണക്റ്റിംഗ് ഒരു ഡൈമെൻഷണൽ വാല്യൂ അല്ലെങ്കിൽ ഒരു സം ഇൻഫോർമേഷൻ റിലേറ്റിംഗ് ടു എ ഫീച്ചർ ഇൻ ആൻ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ഈസ് കോൾഡ്. എക്സ്റ്റൻഷൻ ലൈൻ ആണോ, ഡൈമെൻഷൻ ലൈൻ ആണോ, ബ്രേക്ക് ലൈൻ ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി, ലീഡർ ലൈൻ ആണ്, ലീഡർ ലൈന്. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ദ പ്ലാനിംഗ് ഓഫ് 2 or more റിലേറ്റഡ് റൂംസ് ഇൻ പ്രോക്സിമിറ്റി ഓഫ് ഈച്ച് അതർ ടു മിനിമൈസ് ദ ലെങ്ത് ഓഫ് സർക്കുലേഷൻ ആൻഡ് ഇംപ്രൂവ്സ് ദി കംഫോർട്ട്. The planning of 2 or more related rooms in a proximity of each other to minimize the length of circulation and improve the comfort. എന്താണ്? ആസ്പെക്ട് ആണോ, സർക്കുലേഷൻ ആണോ, റൂമിനസ് ആണോ, ഗ്രൂപ്പിംഗ് ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി, ഗ്രൂപ്പിംഗ്. The abbreviated form of a complex compound of cement C3S, C2S, C3A and C4AF are also called. നമുക്ക് ഇതിനെ എന്തും പറയാം? ബോഗൂസ് കോമ്പണൻസ് എന്നും പറയാം, ബോഗൂസ് കോമ്പണൻസ് എന്നും പറയാം. അടുത്ത ക്വസ്റ്റ്യൻ: ദ കോഴ്സ് ഓഫ് സ്റ്റോൺ പ്ലേസ്ഡ് ഇമീഡിയറ്റ്ലി ബിലോ ദി കോർണൈസ് ടു ഇംപ്രൂവ് ദ അപ്പിയറൻസ് ഓഫ് എക്സ്റ്റേണൽ ഫേസ് ഓഫ് ദി വാൾ ഈസ്. എന്തായിരിക്കും ആ പ്രോസസ്സിനെ പറയുന്നത്? ഫ്രീസ് ആണോ, സ്ട്രിങ് കോഴ്സ് ആണോ, കോർബൽ ആണോ, ബ്ലോക്കിംഗ് കോഴ്സ് ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ എ, ഫ്രീസ്. അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു റെസിസ്റ്റ് ഫ്രാക്ചർ ഡ്യൂ ടു ഹൈ ഇമ്പാക്ട് ലൈക്ക് ഹാമർ ബ്ലോസ്. ആ പ്രോപ്പർട്ടീന് എബിലിറ്റി ഓഫ് മെറ്റീരിയൽ ടു റെസിസ്റ്റ് ഫ്രാക്ചർ ഡ്യൂ ടു ഹൈ ഇമ്പാക്ട് ലൈക്ക് ഹാമർ ബ്ലോസ് ഈസ് ടഫ്നെസ് ആണോ, ഹാർഡ്നെസ് ആണോ, ബ്രിട്ടിൽനെസ് ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ എ, ടഫ്നെസ്. ദ ചാനൽ ഓർ പൈപ്പ് വിച്ച് ക്യാരീസ് വാട്ടർ അവേ ഫ്രം ദി പവർ ഹൗസ് ആഫ്റ്റർ ഇറ്റ് ഹാസ് ബീൻ പാസ്ഡ് ത്രൂ എ ടർബൈൻ ഈസ് ക്രോൾഡ്. മെയിൻ കനാലാണോ, പെൻസ്റ്റോക്ക് ആണോ, റെഗുലേറ്റർ ആണോ? ഇറ്റ് സ്റ്റീൽ റേസ് ആണല്ലേ, ഒരു ചാനൽ അല്ലെങ്കിൽ പൈപ്പ് വിച്ച് ക്യാരീസ് വാട്ടറിനെ അവേ ഫ്രം ദി പവർ ഹൗസിൽ നിന്ന് ആഫ്റ്റർ ഇറ്റ് ഹാസ് ബീൻ പാസ്ഡ് ടു ദ ടർബൈൻ ഈസ് കോൾഡ് ടെയിൽ റൈസ്. വെൻ കാസ്റ്റ് ആൻഡ് പൈപ്സ് ആർ യൂസ്ഡ് ടു കൺവേ വാട്ടർ വിത്ത് ഹൈ പ്രഷർ ഡാഷ് ജോയിൻസ് ആർ യൂസ്ഡ്. ഏത് ജോയിൻസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്? ഫ്ലാഞ്ചഡ് ആണോ, എക്സ്പാൻഷൻ ആണോ, ബെൽ ആൻഡ് സ്പൈഗോട്ട് ആണോ? നൺ ഓഫ് ദി എബോ. ഏത് ജോയിൻസ് ആയിരിക്കും? ഇറ്റ് ഈസ് ഓപ്ഷൻ എ, ഫ്ലാഞ്ചഡ് ജോയിൻസ്. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ദ അറേഞ്ച്മെൻറ്റ് മെയ്ഡ് അറ്റ് എ സിറ്റുവേഷൻ വെയർ 2 or more roads മീറ്റ് ഓർ ക്രോസ് വൺ അനദർ സച്ച് എ വേ ദാറ്റ് വൺ റോഡ് ഓവർ ഓർ അണ്ടർ അനദർ ബൈ മീൻസ് ഓഫ് എ ബ്രിഡ്ജ് ഈസ് കോൾഡ്. എന്തായിരിക്കും അതിനെ പറയുന്ന പേര്? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, ഗ്രേഡ് സെപ്പറേഷൻ ആണ്. ഒരു അറേഞ്ച്മെൻറ്റ് ഗ്രേഡ് സെപ്പറേഷൻസ്. അടുത്തൊരു ചെറിയൊരു പ്രോബ്ലം ആണ്, നമുക്ക് നോക്കാം. ഈ പോയിന്റ് പി, ഈ ഒരു ഫിഗർ നോക്കൂ. ഒരു പോയിന്റ് പി, ഇതാ ഇവിടെ ഒരു പോയിന്റ് പി ഉണ്ട്. നോക്കൂ, ഈ ഫിഗർ നോക്കൂ കേട്ടോ. ഇതാ ഇവിടെ ഞാൻ റെഡ് ഇട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു പോയിന്റ് പി,
ഓക്കെ, ഈ ഒരു പോയിന്റ്, അവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഈ പോയിന്റ് പി ഈസ് എന്താണ് 5 സെൻറ്റിമീറ്റർ എബോവ് ദി ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഇപ്പോൾ ഇത് ഹൊറിസോണ്ടൽ പ്ലെയിൻ, അപ്പോൾ നമ്മുടെ മുകളിലത്തെ വെർട്ടിക്കൽ പ്ലെയിൻ. അപ്പം 5 സെൻറ്റിമീറ്റർ എബോവ് ദി ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്. അതുപോലെ തന്നെ 3 സെൻറ്റിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് ദി വെർട്ടിക്കൽ പ്ലെയിനും ആയിരിക്കും. വെർട്ടിക്കൽ പ്ലെയിനിൻ്റെ 3 സെൻറ്റിമീറ്റർ ഫ്രണ്ടും ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ 3 സെൻറ്റിമീറ്റർ, ഇവിടെ 5 സെൻറ്റിമീറ്റർ. അതിനാൽ വാട്ട് വിൽ ബി ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടോപ്പ് ആൻഡ് ഫ്രണ്ട് വ്യൂ? പി ആൻഡ് പി ഡാഷ്, ടോപ്പ് ആൻഡ് ഫ്രണ്ട് വ്യൂവിൽ ആഫ്റ്റർ കമ്പ്യൂട്ടിങ് ആ ഒരു പ്രൊജക്ഷൻ ഡ്രോയിങ് കംപ്ലീറ്റ് ആകുമ്പോൾ ഡിസ്റ്റൻസ് എന്താണ് പി ഡാഷ് എന്ന് പറയുന്നത് എന്താണ് 5 ഉണ്ട് 3. ഇപ്പോൾ 5 + 3 ഇറ്റ് ഇസ് ഓപ്ഷൻ സി 8 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ദ ബ്രിഡ്ജ് കൺസ്ട്രക്റ്റഡ് സച്ച് എ വേ ദാറ്റ് ഇറ്റ് സെൻറ്റർ ലൈൻ ഈസ് നോട്ട് അറ്റ് റൈറ്റ് ആംഗിൾ ടു ദ സ്ട്രീം ഫ്ലോ ഈസ്. ഏത് ബ്രിഡ്ജ് ആയിരിക്കും? ആംഗിൾ ബ്രിഡ്ജ്, സ്ക്വയർ ബ്രിഡ്ജ്. ഇറ്റ് ഈസ് ഓപ്ഷൻ സി സ്ക്യൂ ബ്രിഡ്ജ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഡെപ്ത് ഓഫ് ആൻ ആർക്ക് അറ്റ് ദ ക്രൗൺ ഈസ് മോർ ദാൻ അറ്റ് ദ സ്പ്രിങ്ങിങ് ലൈൻ ആൻഡ് ദ ഷേപ്പ് ഓഫ് ദി ഇൻട്രോഡ്സ് ഇൻ എ സെമി സർക്കിൾ ദെൻ ഇറ്റ് ഈസ് കോൾഡ്. ആ ഡെപ്ത് ഓഫ് ആൻ ആർക്ക്, ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫ്ലോറന്റൈൻ ആർക്കാണോ, വെനിറ്റൈൻ ആർക്കാണോ, ഹോഴ്സ് ഷൂ ആണോ, ആർക്കാണോ, സ്റ്റിൽഡ് ആർക്കാണോ? പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഓപ്ഷൻ എ ഫ്ലോറന്റൈൻ ആർക്ക്. അതിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വെൻ ദ കട്ടിംഗ് പ്ലെയിൻ ഈസ് ഇൻക്ലൈൻ ടു ദ ആക്സിസ് ഓഫ് ദ റൈറ്റ് സർക്കുലർ കോൺ ആൻഡ് പാരലൽ ടു വൺ ഓഫ് ഇറ്റ്സ് ജനറേറ്റർ ദ സെക്ഷൻ ഒബ്റ്റൈൻഡ് ഈസ്. എന്തായിരിക്കും? ഇറ്റ് ഇസ് പാരബോളയാണ്. ഒരു കട്ടിംഗ് പ്ലെയിൻ ഇൻക്ലൈൻ ടു ദ ആക്സിസ് ഓഫ് ദി റൈറ്റ് സർക്കുലർ കോണും അതുപോലെ വൺ ഓഫ് ഇറ്റ്സ് ജനറേറ്ററിന് പാരലോ ആണെങ്കിൽ ആ ഒരു സെക്ഷന് പാരബോളയാണ്. ദ യാർഡ്സ് വിച്ച് ആർ യൂസ്ഡ് ടു ഐസൊലേറ്റ് ഗുഡ് വാഗൺസ് received from various senders in order of station at which they are to be sent. Locomotive yards ആണോ, മാർഷലിംഗ് യാർഡ്സ് ആണോ, പാസഞ്ചർ യാർഡ്സ് ആണോ, ഗുഡ് യാർഡ്സ് ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി മാർഷലിംഗ് യാർഡ്സ്. അടുത്ത ദിവസം നോക്കൂ. ദ ഡിഫറൻസ് ഇൻ ലെവൽ ഓഫ് ദി വാട്ടർ സർഫസ് ബിറ്റ്വീൻ അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം ഓഫ് എ ബ്രിഡ്ജ് എന്ന് പറയുന്ന പേരാണ് അഫ്ലെക്സ് എന്ന് പറയും. ഓക്കെ, എമംഗ് ദി ഫോളോയിങ് വിച്ച് ഇസ് എ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഓർ കോമ്പണൻറ്റ് ഓഫ് റോളിംഗ് സ്റ്റോക്ക് ഓഫ് റെയിൽവേസ്? വാഗൺസ് ആണോ, പ്ലേറ്റ് ലേയിങ് ആണോ, ഫിക്സ്റ്റേഴ്സ് ആൻഡ് ഫാസ്റ്റനേഴ്സ് ആണോ, സ്റ്റേഷൻസ് ആൻഡ് യാർഡ്സ് ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ എ വാഗൺസ്. അടുത്ത ക്വസ്റ്റ് നോക്കൂ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് അഡോപ്റ്റഡ് ആസ് നാരോ ഗേജ് ഇൻ ഇന്ത്യൻ റെയിൽവേ? എത്ര മീറ്ററാണ് നാരോ ഗേജ്? ഇറ്റ് ഈസ് 0.762 മീറ്റർ ആണ്. ദ പാർട്ട് ഓഫ് എ സർക്കിൾ ബൗണ്ടഡ് ബൈ ആൻ ആർക്ക് ആൻഡ് ഇറ്റ്സ് കോഡ് ഇറ്റ് ഈസ് നോൺ ആസ് എ സെഗ്മെൻറ്റ്. ദ റേഷ്യോ ഓഫ് ലാറ്റേണൽ സ്ട്രെയിൻ ടു ദ ലീനിയർ സ്ട്രെയിൻ വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്ന പേരാണ്. മോഡുലസ് ഓഫ് റിജിഡിറ്റി ആണോ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണോ, പോയിസൺസ് റേഷ്യോ ആണോ, നൺ ഓഫ് ദി എബോവ്? ഇറ്റ് ഇസ് ഓപ്ഷൻ സി പോയിസൺസ് റേഷ്യോ. ദ റെയിൽസ് ആർ കണക്റ്റഡ് അറ്റ് ദ എൻഡ്സ് ബൈ മീൻസ് ഓഫ് എന്തായിരിക്കും? ഫിഷ് പ്ലേറ്റ്സ്. 23ാമത്തെ ക്വസ്റ്റ്യൻ. ദ സെക്ലൂഷൻ ഓർ ഐസൊലേഷൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ എ കപ്പിൾ ഓർ എ ഗ്രൂപ്പ് ഫ്രം ദി റെസ്റ്റ് ഓഫ് ദി ഇൻമേറ്റ്സ് ഓഫ് ദി ഹൗസ് ഈസ് ആസ്പെക്ട് ആണോ, പ്രൈവസി ആണോ, റൂമിനസ് ആണോ, പ്രോസ്പെക്ട് ആണോ? ഇറ്റ് ഇസ് ഓപ്ഷൻ ബി ആണ് പ്രൈവസി. അടുത്ത 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ദ പ്ലെയിൻസ് ഓഫ് പ്രൊജക്ഷൻ ലൈ ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റ് ആൻഡ് ഒബ്സർവർ. ഒബ്ജക്റ്റിനെ ഒബ്സർവറിൻ്റെ ഇടയ്ക്കുള്ള ഒരു പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ പറയുന്ന പേര് എന്താണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ എ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ. 25ാമത്തെ ക്വസ്റ്റ്യൻ. ദ റേഷ്യോ ഓഫ് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി ടു സേഫ് ബിയറിംഗ് കപ്പാസിറ്റി. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി ടു സേഫ് ബിയറിംഗ് കപ്പാസിറ്റി, ആ ഒരു റേഷ്യോനെ പറയുന്ന പേരാണ് ഇറ്റ് ഇസ് ഫാക്ടർ ഓഫ് സേഫ്റ്റി. ദ മോസ്റ്റ് സ്യൂട്ടബിൾ സിമെൻറ്റ് യൂസ്ഡ് ഫോർ അണ്ടർ വാട്ടർ ഓർ റണ്ണിംഗ് വാട്ടർ കോൺക്രീറ്റ് ഏതായിരിക്കും? ഇറ്റ് ഇസ് ക്യുക്ക് സെറ്റിംഗ് സിമെൻറ്റ്. The windows usually provided near the top of the main roof അതുപോലെ തന്നെ and are made to be open in the adjoining veranda or lean to roof for proper ventilation is. It is option A clerestory windows ആണ്. clerestory windows. The defects in timber which is caused by over maturity or by bad ventilation during storage. ഒരു പ്രോസസ്സിനെ പറഞ്ഞ പേരാണ് ഫോക്സിനെസ്. അടുത്ത ക്വസ്റ്റ്യൻ. ആസ് പെർ NBC the maximum height of boundary wall without any special permission and condition is called. It is എത്ര മീറ്റർ ആയിരിക്കും? മാക്സിമം ഹൈറ്റ് 1.5 മീറ്റർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദ റൂഫ് സ്ലോപ്സ് ഇൻ ദ 4 ഡയറക്ഷൻസ് ബട്ട് ഈച്ച് സ്ലോപ്പ് ഹാസ് എ ബ്രേക്ക്. അപ്പോൾ അതിനെ പറയുന്ന പേരെന്താണ്? ഇറ്റ് ഇസ് ഓപ്ഷൻ ബി മാൻസാർഡ് റൂഫ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 30 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ 30 ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത് നിങ്ങളത് പഠിക്കാം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മളൊരു ക്ലാസ് പഠിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഐഡിയയും കൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ മോഡലാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് ഒരു ഐഡിയ വേണം. അത് നിങ്ങളത് പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ ക്ലാസ് നാളെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് എൻ്റെ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യാം. ടെലഗ്രാമിലാണ് നമുക്ക് ക്ലാസ് വരുന്നത്. നമ്മൾ ഓരോ ടോപ്പിക്കും അവിടെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ടൈം ടേബിൾ അനുസരിച്ച് ഓരോ ടോപ്പിക്കിൻ്റെയും തിയറി റെക്കോർഡഡ് ക്ലാസ്സസ് ആണ്. അപ്പോൾ നമുക്ക് ജോലിക്ക് പോകുന്നവർക്കെല്ലാം നിങ്ങളുടേതായ അനുയോജ്യമായ സമയത്ത് നിങ്ങൾക്ക് കണ്ടിരുന്ന് പഠിക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ PDF നോട്ട്സ് ഉണ്ട്. പിന്നെ ഓരോ ടോപ്പിക്ക് കഴിയുമ്പോൾ അതിൻ്റെ MCQ ക്വസ്റ്റ്യൻസും ഓരോ മൊഡ്യൂൾ കഴിയുമ്പോൾ എക്സാം, അങ്ങനെ കറക്റ്റ് പാറ്റേണിലാണ് പോകുന്നത്.
ഒരു ഏപ്രിൽ ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഒരു മാർച്ച് ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ നമ്മുടെ പോർഷൻസ് ഫുൾ കംപ്ലീറ്റ് ആക്കും. അത് കഴിഞ്ഞ് പിന്നെ റിവിഷൻസും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും മോക്ക് എക്സാംസ് ഒക്കെ ആയിരിക്കും. ഓക്കെ, അതോടൊപ്പം തന്നെ പാരലായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഒരു 30 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തും പോകുന്നതായിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നിങ്ങൾക്ക് ചെയ്യാൻ വർക്കൗട്ട് ചെയ്യാൻ തരും. അതുപോലെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കോച്ചിങ് ഡീറ്റെയിൽസ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ മാക്സിമം നിങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യുക. മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്